നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. BDJS ഭാരതീയ ജനധർമ്മസേന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും സ്വന്തം പാർട്ടി BJPയിലെ കേരളത്തിലെ ഘടകകക്ഷി ഇപ്പോൾ BJP മുന്നണി വിടാൻ തയ്യാറെടുക്കുകയാണ്. പകരം UDFിലെ ഒരു ഘടകകക്ഷിയായി മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്ത ഭരണം കേരളത്തിൽ ഒരുപക്ഷെ UDFിനാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ഈ UDFിലേക്ക് ചേക്കാറാനൊരു ശ്രമം തുഷാർ വെള്ളാപ്പള്ളി നടത്തുന്നത്. കഴിഞ്ഞ 9 വർഷമായി BJPക്കൊപ്പം നിന്നിട്ടും തങ്ങൾക്ക് അധികാരത്തിൻ്റെ പൊട്ടും പൊടിയും പോലും നൽകിയില്ല എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രധാന പരാതി. കാരണം 2019 മുതൽ തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിൽ എത്തിക്കും എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഇതുവരെ അതിലൊരു തീരുമാനം BJP നേതൃത്വം എടുത്തില്ല. തനിക്ക് നിരന്തരം ഈ രാജ്യസഭാ സീറ്റ് നിഷേധിക്കുന്നതിനെതിരെ തുഷാർ വെള്ളാപ്പള്ളി പല പരാതിയും മോഡിയുടെയും അമിത്ഷായുടെയും അടുത്തൊക്കെ എത്തിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കേരളത്തിലെ BJP നേതൃത്വം തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് എതിരാണ്. രാജസ്ഥാനിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ രാജ്യസഭയിലേക്ക് താൻ എത്തുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷിച്ചതെങ്കിലും കേരളത്തിലെ BJP നേതൃത്വം ഇടപെട്ട് അതങ്ങ് വെട്ടി. ഇതോടെ BJP മുന്നണി വിട്ടാലേ മതിയാവൂ എന്നുള്ള നിലയിലെത്തി തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും. കേരളത്തിൽ ഏതാനും ചില കേന്ദ്ര സർക്കാരിലെ ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങൾ അല്ലെങ്കിൽ അംഗത്വം മാത്രമേ ഇതുവരെ BDJSന് കൊടുത്തിട്ടുള്ളൂ. സ്പൈസസ് ബോർഡിലെ വൈസ് ചെയർമാൻ സ്ഥാനം, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ BDJSന് BJP നേതൃത്വം ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളിയെ V മുരളീധരന് പകരം കേന്ദ്രമന്ത്രിയാക്കും എന്നുവരെയുള്ള സൂചനകൾ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ V മുരളീധരനെ മാറ്റിയിട്ട് തുഷാറിനെ കേന്ദ്രമന്ത്രിയാക്കാൻ അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ മോദിയും അമിത്ഷായും ഒന്നും. അതുകൊണ്ട് രാജ്യസഭാ സീറ്റും കിട്ടിയില്ല, കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടിയില്ല, ഇനി കിട്ടാനൊട്ട് സാധ്യതയുമില്ലെന്ന് മനസ്സിലായപ്പോഴാണ് പതിയെ BJP മുന്നണി വിട്ടാലോ എന്നുള്ള ആലോചന തുഷാറിനും പിതാവ് വെള്ളാപ്പള്ളി നടേശനും ഉണ്ടായത്. ഇതിനവരൊരു മാർഗം അവലംബിച്ചു. BDJSൻ്റെ ജില്ലാ കമ്മിറ്റികളെ കൊണ്ട് BJP മുന്നണിയിൽ നിന്ന് വിട്ടുപോരണമെന്നുള്ള പ്രമേയം നിരന്തരം അവതരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇത്തരം പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഇന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അങ്ങനെ ഇത്തരത്തിൽ BJP മുന്നണിയിൽ അല്ലെങ്കിൽ കേന്ദ്ര BJP നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തി ഒരു തവണ കൂടിയെങ്കിലും ശ്രമിച്ച് വെള്ളാപ്പള്ളി അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു രാജ്യസഭാ സീറ്റ് ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളി. എന്നാൽ BJP നേതൃത്വം ഇതുവരെ ഇതിന് ചെവി കൊടുത്തിട്ടില്ല. BDJS BJP മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് പല ഗുണങ്ങളും BJPക്ക് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് CPMൻ്റെ വോട്ട് ബാങ്കായിരുന്ന ഈഴവ സമുദായത്തിൻ്റെ ചെറിയൊരു ശതമാനമെങ്കിലും BJPയിലേക്ക് തിരിയാൻ കാരണം BDJSുമായുള്ള സഹവർത്തിത്വമാണെന്ന് തുഷാർ വെള്ളാപ്പള്ളി പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയാണ് താൻ. കാരണം പലയിടങ്ങളിലും കേരളത്തിലെ പലയിടങ്ങളിലും SNDP ഭാരവാഹികളൊക്കെ BJPയുടെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ ഭാരവാഹികളും പ്രവർത്തകരുമായി തീർന്നത് ഈ BJP BDJS ബന്ധത്തിലൂടെയാണ്. എന്നാൽ അതൊന്നും വകവെച്ചു കൊടുക്കാൻ കേരളത്തിലെ BJP നേതൃത്വം തയ്യാറാവുന്നില്ല. അവർ ഒരിക്കലും തുഷാർ വെള്ളാപ്പള്ളിയെ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ പാർലമെൻറ്റിലേക്കോ കൊണ്ടുപോകുന്നതിന് എതിരായിരുന്നു. ഏതായാലും കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിക്കാനൊന്നും തുഷാർ വെള്ളാപ്പള്ളി കഴിയില്ല. അപ്പോൾ രാജ്യസഭാ സീറ്റ് ലഭിക്കണം എന്ന് തന്നെയാണ് BDJS ഔദ്യോഗികമായി മോദിയോടും അമിത്ഷായോടും ആവശ്യപ്പെട്ടത്. ഒരു ഘട്ടത്തിൽ അത് നൽകാൻ മോദിയും അമിത്ഷായും തയ്യാറെടുത്തതുമാണ്. പക്ഷേ പിന്നീട് എന്തോ കളി നടന്നുവെന്നും അത് തുഷാർ വെള്ളാപ്പള്ളിക്ക് നഷ്ടപ്പെട്ടുവെന്നുമാണ് BDJS സംസ്ഥാന ഘടകം പറയുന്നത്. ഏതായാലും ഇപ്പോൾ UDFിലേക്ക് ഒരു കണ്ണുണ്ട് BDJSന്. കാരണം VD സതീശൻ അല്ലാത്തൊരാൾ UDFിന് നേതൃത്വത്തിൽ വരികയും അല്ലെങ്കിൽ UDFിനെ നയിക്കാൻ നിയുക്തനാവുകയും ചെയ്താൽ വെള്ളാപ്പള്ളിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അങ്ങനെ വരുമ്പോൾ ഏതായാലും ഈ BDJSന് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ UDFിൽ കയറിപ്പറ്റാം. അടുത്ത ഭരണം UDFിനാണ് എന്നുള്ള പ്രതീക്ഷയെ നിലനിൽക്കുന്നു. അപ്പോൾ എവിടെയെങ്കിലും നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ മന്ത്രിയാകാം, BDJSൻ്റെ ഘടകകക്ഷിയുടെ നേതാവ് നിലയിൽ കേരളത്തിലൊരു മന്ത്രിയാകാമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ആഗ്രഹം. വെള്ളാപ്പള്ളി നടേശനും തൻ്റെ മകനെ മന്ത്രിയാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ. അതിനുള്ള വഴികളാണ് ഇപ്പോൾ BDJS അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.